എപ്പിസോഡിൽ എങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ആശയങ്ങൾ എത്തിച്ചേരുന്നതെന്ന് ചോദിച്ചറിയാം. ചിത്രകലയോടും ഇത്തരത്തിലുള്ള നിർമ്മിതികളോടൊക്കെ എത്രത്തോളം അഭിനിവേശം തോന്നാനുണ്ടായ സാഹചര്യം എന്താണ്? നമ്മൾ എന്താ പറയുക, ചെറുപ്പം പോലെ എല്ലാ കലാകാരന്മാരും ചിത്രം വരയ്ക്കുക, എല്ലാ മീഡിയങ്ങളും ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ചലിക്കുന്ന ശില്പങ്ങൾ ചെയ്യുകയെന്നുള്ളത് ഒരു 25-26 വർഷത്തിന് മുൻപ് മനസ്സിൽ വന്നൊരു കാര്യമാണ്. കാരണം സാധാരണ നമ്മൾ കാണുന്ന കുറേ ശില്പങ്ങൾ അത് ജസ്റ്റ് കണ്ടുപോവുക അല്ലാതെ ആ ശില്പങ്ങൾക്കൊരു ജീവൻ കൊടുക്കുക, ചലനാത്മകമാക്കുക എന്നുള്ളതൊരു ഒരു വെല്ലുവിളിയായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ അന്ന് ജയൻ ഹെലികോപ്റ്റർ കിടക്കുന്നൊരു ശില്പമാണ് നമ്മൾ കൊടുങ്ങല്ലൂർ താലപ്പൊലിക്ക്, ആദ്യം ഇരിങ്ങാലക്കുടയാണ് വെക്കണമെങ്കിലും കൊടുങ്ങല്ലൂർ താലപ്പൊലിക്കാണ് പിന്നീട് അത് ഒരു തൊഴിലായിട്ട് എൻ്റെ ഒരു ജീവിതമാർഗ്ഗമായിട്ട് മാറിയത്. അപ്പോൾ കൊടുങ്ങല്ലൂർ താലപ്പൊലിക്ക് എല്ലാ വർഷവും നമുക്ക് പുതിയ പുതിയ ഐറ്റംസുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. അത് ആദ്യം കൊണ്ടുവെക്കുന്നത് കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അതിൽ ആനയും പുലിയും എന്താ പറയുക ജിറാഫും അതുപോലെ ഡൈനോസറും അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ, നമ്മൾ വലിയ ജീവികളും, ഒപ്പം കുറേ തുടക്കത്തിലൊക്കെ നമ്മൾ കുറേ സിനിമാ താരങ്ങളുടെ ശില്പങ്ങൾ വരെ നമ്മൾ ചലിക്കുന്നതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ശില്പങ്ങൾ ഇപ്പോൾ 26 വർഷമായി ഇപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് താലപ്പൊലിക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ചലിക്കുന്ന ശില്പങ്ങൾ നമ്മൾ എന്താ പറയുക ഒരു മാറ്റം കൊണ്ടുവന്നതാണ്. ഇവിടെ ഒരു 26 വർഷമായിട്ട് നമ്മൾ കൊടുങ്ങല്ലൂരിൽ എല്ലാവരും തെക്കേ നടയിൽ എപ്പോഴും വന്ന് നോക്കും, എന്തെങ്കിലും നമ്മളുടെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട്. അപ്പം അത്തരത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പുതുമയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടായിട്ടുണ്ട്. അതിൽ തന്നെയാണ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങൾ ഉപയോഗിക്കാനുള്ള താല്പര്യങ്ങളും വന്നു തുടങ്ങിയത്. അതിൻ്റെ കൂടെ പല സാധാരണ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന എല്ലാ മീഡിയങ്ങളും 10-30 മീഡിയങ്ങളൊക്കെ ഞാനും തുടക്കത്തിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. പക്ഷേ അതിന് ശേഷമാണ് നമുക്ക് വേറെ മീഡിയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ അടുക്കളയിലിരിക്കുന്ന ചട്ടിയും കലവും പാത്രമൊക്കെ നിരത്തി വെച്ചിട്ട് മോഹൻലാലിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ നിരത്തി വെച്ചിട്ടാണ് മമ്മൂട്ടിയുടെ ഒരു ചിത്രം ചെയ്തത്. ദുൽഖർ സൽമാൻ്റെ ചിത്രം ചെയ്ത ഒരു ഉരുളൻ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. ടൊവിനോ തോമസിൻ്റെ ഒരു ചിത്രം ചെയ്ത് 35 അടി വലുപ്പത്തിലൊരു പാടത്ത് കരനെല്ല് നട്ടുകൊണ്ടാണ്. അങ്ങനെ വിവിധ, ഇപ്പോൾ ഗാന്ധിജിയുടെ തന്നെ ഒരു 5-6 തരത്തിൽ 5-6 മീഡിയങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. തീയിൽ ഒരു ചിത്രം ചെയ്തത് ഗാന്ധിജിയുടെ ദീപങ്ങൾ ഉപയോഗിച്ചിട്ട് 120 അടി വലുപ്പത്തിലാണ് കഴിമ്പ്രം ബീച്ചിൽ ദീപങ്ങൾ 1500 ദീപങ്ങൾ നിരത്തി വെച്ച് ഗാന്ധിജിയുടെ ഒരു രൂപം. ആദ്യമായിട്ടൊരു റെക്കോർഡ് കിട്ടുന്നത് അതിനാണ്. അപ്പം അങ്ങനെ ഞാൻ റെക്കോർഡുകൾക്ക് പുറകെ പോകുന്ന ഒരാളല്ല. നമ്മൾ പോകുന്നതിൻ്റെ വഴിക്ക് ചിലപ്പോൾ ഈ ചെയ്യുന്ന ടീമുകൾ ആരെങ്കിലും അവർക്ക് റെക്കോർഡ് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റർ എന്നുള്ളതിലേക്ക് നമുക്കും ആ റെക്കോർഡിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയും. അങ്ങനെ ഇപ്പോൾ ഒരു 11 റെക്കോർഡ് കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ദുബായിൽ 2 വർഷം വർക്ക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സൗദിയിൽ പോയിട്ട് ചെയ്തിരുന്നു. 2 ഗിന്നസ് വേൾഡ് റെക്കോർഡ് വാങ്ങാൻ സഹായിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ലുലുവിൻ്റെ പേരിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉള്ളത്, ഞാൻ ചെയ്ത 2 വർക്കിനുള്ളത്. അപ്പോൾ അവർ പൈസ ചിലവാക്കുന്നതുകൊണ്ട് അവർക്കായിരിക്കും അവരുടെ പേരിലായിരിക്കും അത് കിട്ടുക. പക്ഷേ ആ ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മളാണ് ആ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 2 ഗിന്നസും 9 വേൾഡ് റെക്കോർഡുകളും നമുക്ക് ഇതിനൊപ്പം നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാനും കൂടെ വരുന്നതാണ്. ഇപ്പോൾ ഈ ഐസൻകട്ടയിൽ പെയിൻ്റ് അടിക്കുന്ന വേണമെങ്കിൽ റെക്കോർഡാക്കാവുന്ന കാര്യമാണ്. പക്ഷേ എങ്കിലും നമ്മളതിൻ്റെ പിന്നാലെ പോയില്ല. നമ്മളൊരാഗ്രഹം, ഒരു കലാകാരൻ്റെ ലക്ഷ്യമാണ് ഇത്രയും വ്യത്യസ്ത മീഡിയങ്ങളിൽ ലോകത്താരെങ്കിലും ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷേ നമ്മൾ പരിശ്രമിക്കുകയാണ് ഇങ്ങനെ ഒരു 100 എന്നുള്ളൊരു ലക്ഷ്യം. പിന്നെ കുറേയൊക്കെ നമ്മൾ മറ്റുള്ളവർക്കൊരു പ്രചോദനമാകുന്ന രീതിയിലോ അല്ലെങ്കിൽ മോട്ടിവേഷൻ ആകുന്ന രീതിയിലോ നമ്മുടെ കല വളരണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട്, നമ്മുടെ നാട്ടിലെ കല വളരണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പലതും യൂട്യൂബിലും ആയാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ജനങ്ങളെ അറിയിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാനൊക്കെ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് കലാകാരന്മാർ കഴിവുള്ളവരുണ്ട്. അവരൊക്കെ വളർന്നു വരണം. എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ സ്പേസ് ഉണ്ട്. ഓരോ കലാകാരനും വളരുമ്പോഴും അവൻ്റേതായ ഭാവനകളും ചിന്തകളൊക്കെ സ്പെഷ്യലായിരിക്കും. My school, Guru Shri Public School, we have our physics, chemistry, biology and computer lab. We have the largest playground with best sports facility in Kodungalur. Guru Shri Public School, Pullur, Kodungalur. Admission started for new academic year. ഡാവിഞ്ചി സുരേഷ് എന്ന ആർട്ടിസ്റ്റിൻ്റെ കരിയറിൽ മറക്കാനാകാത്ത സന്തോഷം നിറഞ്ഞൊരു നിമിഷം ഉണ്ടാവും, അതുപോലെ തന്നെ സങ്കടം നിറഞ്ഞൊരു നിമിഷം ഉണ്ടാവും.
അതെന്താണെന്ന് പങ്കുവെക്കാമോ? ആ സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചിലപ്പോൾ അവസാന നിമിഷമായിരിക്കും ഒരു വർക്ക് ചില തോണ്ടിക്കുറികൾ കൊണ്ട് തന്നെ മനോഹരമാകുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മാത്രമല്ല, ഞാനൊരു ആർട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ല, 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ തിയറിക്കലായിട്ട് ഞാൻ ഈ ഒരു ആർട്സ് കോളേജിലോ അല്ലെങ്കിൽ അതിനു വേണ്ടി പഠിക്കാനോ പോയിട്ടില്ല. ചേട്ടൻ വരയ്ക്കുന്നത് കണ്ടൊക്കെ തന്നെ ഞാനും വരച്ചു തുടങ്ങിയതാണ്. അപ്പോൾ അത്തരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള ഇത്തരം ചെറിയ കലാകാരന്മാരൊക്കെ ലോകം അംഗീകരിക്കാൻ താല്പര്യം കാണിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഞാനിത്തരം വർക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കും. എനിക്ക് എന്താ പറയുക, അടുത്ത കൊല്ലം ഇന്ന മാതിരി ചെയ്യുന്നു. ഇപ്പോൾ ഈ ഐസുംകട്ടയിൽ പെയിൻ്റ് അടിച്ച പോലെ തന്നെ 2 വർഷം മുമ്പ് ഞാനൊരു സോറിയാസിസ് എന്ന് പറഞ്ഞ വലിയൊരു ഇതിൻ്റെ ആയിട്ട് വെല്ലുന്തോലായിട്ട് വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിൽ, എന്താ പറയുക, അത്രയും അവശതയായിട്ടുള്ള ഒരവസ്ഥയിൽ കഴിഞ്ഞിരുന്നു. അപ്പം അന്ന് എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയും അല്ലെങ്കിൽ എന്താ പറയുക ഭയമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊരു വിഷമം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ദൈവം എനിക്കതിനൊരു അവസരം തന്നു എന്നുള്ളതാണ്. വീണ്ടും എന്നെ ജീവൻ വെപ്പിച്ചു. എനിക്ക് വേണ്ടിയിട്ട് കുറേ വർക്കുകളൊക്കെ കൊണ്ടു തന്നു. ഒരുപാട് പേരുടെ സഹായം കൊണ്ടും പ്രോത്സാഹനം കൊണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ഐസുംകട്ടയിൽ വരെ പെയിൻ്റ് അടിച്ച് നിൽക്കുകയാണ്. ഈ ഡാവിഞ്ചി സുരേഷ് എന്നുള്ളൊരു പേര് വരുന്നത് എങ്ങനെയാണ്? അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ചേട്ടനാണ് എൻ്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചേട്ടൻ നടത്തുന്നൊരു സ്റ്റുഡിയോ ആർട്ട് സ്ഥാപനമാണ് ശരിക്കും പറഞ്ഞാൽ ഡാവിഞ്ചി എന്നുള്ളത്. ലിയാനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്നതിൻ്റെ ഡാവിഞ്ചി എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയിലൊരു സ്ഥലപ്പേരാണ്. അദ്ദേഹം ജനിച്ചിട്ടുള്ള ഒരു സ്ഥലപ്പേരാണ്. അപ്പോൾ ആ ഡാവിഞ്ചി എന്നുള്ള പേരാണ് ശരിക്കും ഒരു തൂലികാനാമമായിട്ട്, ആർട്സ് നെയിമായിട്ട് നമ്മൾ ചേട്ടൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാവിഞ്ചി ഉണ്ണികൃഷ്ണൻ, ഡാവിഞ്ചി സന്തോഷ്, ഡാവിഞ്ചി സുരേഷ് എന്നാണ് പൊതുവെ എല്ലാവരും അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഞാനുമായ ഒരു പേരിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്.